കോഫി ഹൗസിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പലഹാരത്തിലും ബീട്രൂട്ടിനുള്ള സാധ്യത പോലെ എല്ലാത്തരം വിവാഹത്തിലും ഒരു വിവാഹ മോചനത്തിനുള്ള സാധ്യതയുണ്ട്. വിവാഹമോചനം ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇന്നത്തെ കാലത്ത് ചാറ്റ് GPT ചോദിച്ചിട്ട് വിവാഹമോചനം പോലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റെവല്യൂഷൻ എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബിലീവ് മീ, ഈ ഡിവോഴ്സിലെ സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വർക്കൗട്ട് ആകുന്നത് അറേഞ്ച് മാരേജ് തന്നെ, അതൊരു സംശയമില്ല. ഞങ്ങളുടെ നാട്ടിലെ ട്രെൻഡിംഗ് ബ്രോക്കറായ പൗലോസ് കൊലോസ് ചേട്ടന്റെ ടാഗ്ലൈൻ തന്നെ അതാണ്. നമ്മളൊരു അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ഡിവോഴ്സ് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടിയാണ് ഇതങ്ങ് നടത്തിയത്. എന്നാൽ നമ്മളൊരു ലവ് മാരേജ് ചെയ്തിട്ട് വീട്ടിൽ പറഞ്ഞു നോക്കി, അപ്പൊ കിട്ടും റിപ്ലൈ, സ്വയം വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ. പൊതുവേ നമ്മൾ മലയാളികളെ ഈ പെര പണിയുന്ന പെണ്ണ് കെട്ടുന്ന നാട്ടുകാരെ കാണിക്കാനാണ് പറയുന്നത്. എന്റെ ഉദ്ദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നത്ര. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഇത്രയും സ്മാർട്ടായിട്ടും ഞാനും ദുൽഖർ സൽമാനും ഒക്കെ അറേഞ്ച് മാരേജ് ചെയ്തു. ഒരു ലവിനെ ഞങ്ങൾ പിടികൊടുത്തിട്ടില്ല. ഏകദേശം 8 പെണ്ണുകാണലിൽ സമക്ഷം ഫെയിലായ ഞാൻ 9ാമത്തെ പെണ്ണുകാണലിൽ പെണ്ണിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, പെണ്ണിന് ചിന്തിക്കാൻ ടൈം കൊടുക്കില്ല, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. പെണ്ണുകാണലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തട്ടെ, ഈ പെണ്ണുകാണൽ ഈസി ആയിട്ട് വർക്കൗട്ട് ആക്കാൻ ഒരു നായക്കുണ്ട്. അതായത് നമ്മൾ ഈ കാണാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മൾ ഈ ബ്രോക്കറിനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നമ്മളെ പറ്റി അങ്ങ് തള്ളി മറിക്കണം. ചെറുക്ക് സുന്ദരനാണ്, സുമുഖനാണ്, സുഷുമ്ന നാടി 2 ഉണ്ട്, സ്വന്തമായിട്ട് ബൈക്ക്, കാറ്, അപ്പൻ, അമ്മാവന്മാർ എന്നീ എല്ലാ ഫെസിലിറ്റീസും. പോരാത്തൊരു കുടിയില്ല, വലിയില്ല, മുറുക്കില്ല, എന്റർടൈൻമെന്റിന് ഇച്ചിരി MDMA പോലും അടിക്കത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പെണ്ണിന്റെ പളനി ജോലി ചെയ്യുന്ന പപ്പ പോലും ആലോചിക്കും, യാരുടെ ഇവൻ, എനിക്ക് അവനെ പാക്കട കൊണ്ടിരിക്കും. ഈ ടൈമിലായിരിക്കണം നമ്മുടെ എൻട്രി. 2 കെട്ടിയ പെണ്ണ് പോലും വീഴും. പക്ഷേ ഈ കല്യാണം കഴിച്ച് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാര്യയും അമ്മയും തമ്മിലുള്ള വ്യത്യാസം ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ അറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ അമ്മയോട് 2 കഷ്ണം ബീഫ് ചോദിച്ചാൽ 2 തവി പാത്രത്തിൽ കൊണ്ട് തട്ടിയിട്ട് 2 കഷ്ണം നീ കഴിച്ചോടാ എന്ന് പറയും. അതേസമയം ഭാര്യയോട് 2 കഷ്ണം ചോദിച്ചാൽ 1.5 പീസും ബാക്കി ഇച്ചിരി സവോളം ചാറും കൊണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ അറേഞ്ച് മാരേജ് ചെയ്ത ഞങ്ങളെപ്പോലുള്ളവർ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഭാര്യയെ സ്നേഹിച്ചാൽ പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് കൺവിൻസ് ചെയ്യണം. ലവ് മാരേജ് ചെയ്തൊരു നേരത്തെ കൺവിൻസ് ചെയ്ത് കാണുമല്ലോ. അതായത് വെഡിങ് ആനിവേഴ്സറിക്ക് സ്റ്റാറ്റസ് ഇട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഡിവോഴ്സ് ആവശ്യപ്പെട്ട സംഭവം വരെ ഉണ്ട് ഈ നാട്ടിൽ. പക്ഷേ ഈ ഡിവോഴ്സിന്റെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് ഇന്നത്തെ കാലത്ത് കാരണവന്മാർ പറഞ്ഞു ഇതൊന്നുമല്ല. അതായത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഭാര്യമാരെ എങ്ങനെ മനസ്സിലാക്കണം എനിക്കറിയത്തില്ല. ചില ഭാര്യമാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ പെണ്ണുങ്ങളുടെ ബയോ പോലെയാണ്. സെലിനോ 5 ഫ്ലോർസ് ഓൺ ഫ്ലാറ്റ്സ്, മയോണൈസ് മോബിംഗ് ആൻഡ് വർക്കിംഗ് ഓൺ ഹൂംലെസ്. അമ്മച്ചാണ് എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തേ തങ്കച്ചമ്മേശ്വരുടെ ഭാര്യയുടെ ബയോ കാണണം, ഫോൾ ഇൻ ലവ് വിത്ത് കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്ഷൻസ്. ലാസ്റ്റ് ഒരു ലിസ്റ്റിക് ഇട്ട ചുണ്ടിന്റെ പടവും ഒരു ചാക്ക് സിമെന്റിന്റെ പടവും. ഇതിനെ സിമെന്റ് ചാക്ക് കഴിഞ്ഞ ആഴ്ചത്തോട് കാണുന്നില്ല. അന്വേഷിച്ചപ്പോഴായിരുന്നു ചേച്ചി നോട്ടീസ് കൊടുത്തേക്കുക, ചേട്ടനെ പ്രകടമായി സ്നേഹിക്കാൻ അറിയില്ലാത്ര. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഈ അറേഞ്ച് മാരേജിൽ മാത്രമേ ഡിവോഴ്സ് ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല, ലവ് മാരേജിലും ഡിവോഴ്സ് ഉണ്ട്. അതായത് എല്ലാത്തരം ബഡ്ജറ്റിലും മദ്യത്തിന് വില കൂടുന്നത് പോലെ എല്ലാത്തരം വിവാഹത്തിലും നല്ല ഒന്നാന്തരം വിവാഹമോചനത്തിനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട്.